നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് അറിയോ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജിയാണ്. നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് നമുക്ക് ബോഡിക്ക് എനർജി ആവശ്യമുണ്ട്. അത് നമുക്ക് കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പം ഈ ഭക്ഷണം അമിതമായി കഴിച്ചാൽ എന്താ ചെയ്യുക? അമിതമായ എനർജി ഉണ്ടാവും. അപ്പോൾ ഈ അമിതമായിട്ട് കിട്ടുന്ന എനർജി എന്ത് ചെയ്യും? ഈ എനർജിയെ ഫാറ്റായിട്ട് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എന്ന രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എവിടെയൊക്കെ സ്റ്റോർ ചെയ്യപ്പെടും? മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്താണ്. അതുപോലെ കൈ, കവിള്, കാല്, അവിടെ എല്ലാ സ്ഥലത്തും ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കും. അപ്പം ഇത്തരം ഫാറ്റ് ഡെപ്പോസിഷൻ നടക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കുറയ്ക്കുക എന്ന് പലരും ചിന്തിക്കാം. അപ്പം പലരും എടുക്കുന്ന ഡിസിഷനാണ് പറ്റ ഭക്ഷണം കുറയ്ക്കുക. എന്തൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അതൊക്കെ കുറയ്ക്കുക. അപ്പോൾ ശരിക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. ശരിക്കും കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന വഴി നിങ്ങൾക്കുള്ള ഷോർട്ട് ടൈം റിസൾട്ട് ഉണ്ടാവുകയല്ലാതെ നിങ്ങൾക്കത് മോശം രീതിയിലേക്ക് ബാധിക്കുക ചെയ്യാം. ഒരു ചെടി വളരണമെങ്കിൽ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചാലും വളരും, ഇല്ലെങ്കിലും വളരും. അപ്പോൾ രണ്ടും ഒരേ ടൈപ്പ് ചെടി, ഒന്നിന് വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒന്നിന് മറ്റേ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് വേണ്ട ആവശ്യമുള്ള. എന്നാൽ ഇതും വളരും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇതിൻ്റെ വളർച്ച മുരടിക്കാനും ഇത് കൊഴിഞ്ഞു പോകാനും അത് വാടിപ്പോകാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. എന്നാൽ മറ്റേതാണ് ഊർജ്ജസ്വലമായിട്ട് നിൽക്കാനും. ജസ്റ്റ് രണ്ടും വിട്ടാണെങ്കിൽ ഈ എല്ലാ ന്യൂട്രീഷനും കൊടുത്ത ആ ചെടി വീണ്ടും വളർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേത് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പം ഒരു ടഫ് സിറ്റുവേഷൻ വന്നാലും അതിന് അതിജീവിക്കാൻ ഈ എല്ലാ ന്യൂട്രീഷനും കൊടുത്ത ചെടിക്ക് പറ്റും. എന്നാൽ മറ്റുള്ളതിന് അത് പറ്റാതെ വരും. അപ്പോൾ കൊടുക്കാത്ത രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫാറ്റ് ബേൺ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം പാടെ എല്ലാ കാര്യങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് നിർത്തി വെക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിചാരിക്കുന്നു. താങ്ക് യു.